ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളിപ്പോൾ പോകുന്നത് മസ്കറ്റ് കലോത്സവത്തിന് വേണ്ടിയാണ്. മസ്കറ്റ് കലോത്സവം നമ്മുടെ നാട്ടിലെ കേരളോത്സവം പോലെ ഒരു പരിപാടിയാണ് കേട്ടോ. 3 ദിവസത്തെ പരിപാടിയാണ്. ശങ്കുരുക്കുട്ടൻ 1-2 ഐറ്റത്തിനൊക്കെ ചേർന്നിട്ടുണ്ട്. അവൻ്റെ മെയിനായിട്ട് ഡ്രോയിങ്ങിനും മലയാളം പദ്യചൊല്ലലിനുമാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മസ്കറ്റിൽ ആദ്യമായാണ് ഇങ്ങനൊരു പരിപാടി. ഇത് സീബിലെ രാമി ഡ്രീം റിസോർട്ടിൽ വെച്ചിട്ടാണ്. 6:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പം ഇവർക്കൊക്കെ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. അപ്പം ഞാനും ശങ്കുരുക്കുട്ടനും കൂടെ ഒരു ചുവപ്പിലങ്ങ് പിടിച്ചു. അപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അമ്പലദേവിയുടെ ഉദ്ഘാടനമൊക്കെ ഉണ്ട്. അപ്പം സാരി കൊടുക്കാമെന്ന് കരുതി പോയി. അങ്ങനെ അവിടെ എത്തി. എഴുതി വെച്ചിട്ടുണ്ടല്ലേ, രാമി ഡ്രീം റിസോർട്ട്. അവിടെ വെച്ചിട്ടാണ്. വളരെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വളരെ സന്തോഷമാണ്. നാട്ടിലായിരുന്നപ്പോൾ ഇഷ്ടം പോലെ പ്രോഗ്രാംസ് ഇതുപോലെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം സ്കൂളുകളിലെ കലോത്സവങ്ങളും മറ്റു പരിപാടികളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ശങ്കുരുമോൻ പുറത്ത് വെച്ച് നടത്തുന്ന ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത് പോലും. അതിൻ്റെ സന്തോഷം അവനുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ കയറി വരുന്ന പ്രവേശന കവാടം പറയില്ലേ, അവിടുത്തെ അലങ്കാരങ്ങളൊക്കെയാണിത്. അവിടെ നിന്ന് ശങ്കുരുക്കുട്ടൻ ഒരു സെൽഫിയൊക്കെ എടുത്തു. ഇതുവഴി അകത്തേക്ക് പോകണം. വേദി 1 നക്ഷത്രം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ മെയിൻ സ്റ്റേജ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു 7 മണി സമയമായിരുന്നു രാവിലെ. അപ്പോൾ ചെന്ന് കയറിയ ഉടൻ കുറേ ചിത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടെ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളുമൊക്കെ ഒന്നും കൂടി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരുമില്ലല്ലോ, ഒറ്റയ്ക്കായിപ്പോയല്ലോ എന്ന് ആലോചിച്ച് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. കാരണം നേരത്തെ എത്തിപ്പെട്ടതുകൊണ്ട്. പിന്നെ ഓരോരുത്തരും മേക്കപ്പ് റൂമിലും ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ അവിടെ ഇരുന്നതേ ഉള്ളൂ. പിന്നെ അപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. നമ്മളൊരു പേരൻ്റാണത്. പിന്നീട് ആളുകളൊക്കെ വന്നു തുടങ്ങി. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഒരു സോപാന സംഗീതത്തോടു കൂടിയായിരുന്നു പ്രോഗ്രാം ആരംഭിച്ചത്. ഞങ്ങൾ മസ്കറ്റ് കലോത്സവം 2-ാം ദിവസം പോവുകയാണ്. ഇന്ന് ശങ്കുരുമോന് പ്രോഗ്രാമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 9 മണിക്കാണ് വീട്ടിൽ നിന്ന് പോയത്. ടാക്സി പിടിച്ചാണ് പോകുന്നത്. മാഷേട്ടൻ രാവിലെ പോയി. അവർക്ക് രാവിലെ പോകണമല്ലോ, പ്രോഗ്രാം നടത്തുന്ന ആളുകളായതുകൊണ്ട് അവർ രാവിലെ പോയി. ഞങ്ങളിങ്ങനെ വണ്ടി വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് വേദിയിലിരുന്ന് പ്രോഗ്രാമുകൾ കാണുവാണ്. അപ്പോൾ അവിടെ നാടോടി നൃത്തമായിരുന്നു നടക്കുന്നത്. അത് കാണുന്ന തിരക്കാണ്. ഇതിൻ്റെ വീഡിയോസുകളൊന്നും നമ്മൾ അധികം അപ്ലോഡ് ചെയ്യുന്നില്ല. മസ്കറ്റ് കലോത്സവത്തിൻ്റെ സൈറ്റുണ്ട്, അവിടെ കയറിയാൽ കാണാം. ഞങ്ങൾ ഒമാനിലെ മസ്കറ്റ് കലോത്സവം കാണാൻ വന്നതാണ്. അവിടെ വന്നപ്പോൾ കുറച്ച് നേരം ഫുഡ് കഴിക്കാൻ സമയം തന്നപ്പോൾ ഞങ്ങളിവിടെ ഭയങ്കരമായ ഫോട്ടോഷൂട്ടിലാണ്. ശങ്കുരു ശരത്തും ഫോട്ടോ എടുത്ത് ഇവിടെ എന്തൊക്കെയോ നടക്കും. നമ്മുടെ സീബ് ബീച്ചിൻ്റെ ഏരിയ ആണിത്. പിന്നെ ഇവിടെയാണ് കലോത്സവം നടക്കുന്നതാണ്, ഈ ബാക്ക് സൈഡിൽ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇവർ ഫോട്ടോ എടുത്ത് താർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി മറ്റ് പ്രോഗ്രാമൊക്കെ കണ്ടു. 5 മണി 6 മണിയോടുകൂടി ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തി. ഇനി നാളെ പോകണം. പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങി. വീടിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങാമെന്ന് കരുതി. കറങ്ങി തിരിച്ചു വന്നപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്, വീടിൻ്റെ തൊട്ടടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ്, ചായക്കട എന്നൊക്കെ പറയാം. ചെറിയൊരു ചായയും കടിയും ഒക്കെ കിട്ടുന്നൊരു കടയാണ്. പക്ഷെ അവിടെ വൈകിട്ട് പൊറോട്ടയും കറിയൊക്കെ കിട്ടും. ഞങ്ങൾ അവിടെ കയറി പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങി. കാരണം ഉണ്ടാക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കുറേ നേരം പ്രോഗ്രാം സ്ഥലത്തൊക്കെ പോയി അലഞ്ഞത് കൊണ്ട് മടിയായിരുന്നു ശരിക്കും. പിന്നെ മാഷേട്ടനും ഇല്ലല്ലോ, രാത്രിയേ വരൂ. പിന്നെ ഞങ്ങൾ 3 പേർക്കും കഴിക്കാൻ വേണ്ടി പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിക്കാൻ വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും ഇങ്ങനെ ഈ കടയിലൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ശരത്തുള്ളതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ വന്നത്. അവിടെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ചായക്കട
തോന്നിക്കുന്ന രീതിയിൽ എന്ന റെസ്റ്റോറൻറ്റുമാണ്. അപ്പോൾ ഇതാ അവിടെ 10 മണി വെച്ചിരിക്കുന്നത് കണ്ടോ. ഇവിടെ മസ്കർ കലോത്സവത്തിന് വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിനെ ആകർഷിച്ചത് ഈ ചിത്രങ്ങളായിരുന്നു. ഇത്തരത്തിലുള്ള ചിത്രങ്ങളെന്നും നമുക്ക് കാണുമ്പോൾ എൻ്റെ പപ്പയും ആണ് ഓർമ്മ വരുന്നത്. പപ്പ പണ്ട് ഇതുപോലുള്ള ചിത്രങ്ങൾ വരച്ച് ധാരാളം പുറത്ത് കൊടുക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ചിത്രങ്ങൾ കണ്ടപ്പോൾ എന്നാൽ അതൊന്ന് പകർത്തിയേക്കാമെന്ന് കരുതി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ അവിടുത്തുള്ള ഏതൊക്കെയോ ആർട്ടിസ്റ്റുകൾ വരച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു വലിയ കൗതുകമായ കാഴ്ചയായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. ഞാനത് ഓരോന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ക്ലോസപ്പിൽ പിടിക്കുന്നുണ്ട്. 3 ദിവസം കലോത്സവം വളരെ വളരെ സന്തോഷമുള്ളതായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെയൊക്കെയുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പണ്ട് നാട്ടിലായിരുന്നപ്പോൾ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ കേരളോത്സവം എന്ന് പറഞ്ഞിട്ട് അവിടെ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് മസ്കർ കലോത്സവം ഇത് ആദ്യമായിട്ടാണ്. നമുക്കൊക്കെ പങ്കെടുക്കാമായിരുന്നു, പക്ഷേ ഞാൻ പങ്കെടുത്തില്ല. മോൻ പങ്കെടുത്ത് പെൻസിൽ ഡ്രോയിങ്ങിൽ പങ്കെടുത്തു, മലയാള പദ്യചൊല്ലലിന്. ഈ 2 കാര്യത്തിന് മാത്രമേ അവൻ പങ്കെടുത്തുള്ളൂ. 2നും ഗ്രേഡ് മാത്രമേ ഉള്ളൂ. വലിയ കുട്ടികളോടെയായിരുന്നു അവൻ മത്സരിച്ചത്. സമ്മാനമൊന്നുമില്ല, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. പിന്നെ സമ്മാനം കിട്ടാത്തതിൽ അവന് ചെറിയ വിഷമമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്, സമ്മാനത്തിലല്ല കാര്യം, നന്നായി ചെയ്യുക, നല്ലതായിട്ട് ചെയ്തിട്ട് വരണമെന്നൊക്കെ പറഞ്ഞു. ചെയ്തിട്ട് വന്നപ്പോൾ നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അവൻ ഒത്തിരി ഹാപ്പിയായി. ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം, നന്നായിട്ട് ചെയ്തുകൊണ്ട് അമ്മയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വൈകിട്ട് തന്നെ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി അവന് ഇഷ്ടമുള്ള സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. അവൻ ഹാപ്പി ആയിരുന്നു. പിന്നെ മത്സരങ്ങളെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും സമ്മാനങ്ങളാണ് അവരുടെ മനസ്സിൽ. സ്കൂളിലൊക്കെ എപ്പോൾ പങ്കെടുത്താലും അവന് ഫസ്റ്റ് പ്രൈസ് കിട്ടാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇതിലാണ് അവൻ നിന്നിരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മത്സരങ്ങളെന്ന് പറയുന്നത് സമ്മാനത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അങ്ങനെ എടുക്കണം. നമ്മൾ കുട്ടികളെ അങ്ങനെ വേണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രം ഒതുങ്ങുന്നതാവരുത് മത്സരങ്ങളെന്ന് അവരെ നമ്മൾ പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കണം. ഒരുപാട് അവസരങ്ങൾ ഇനിയും നമുക്കുള്ളതല്ലേ. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ചിത്രങ്ങളൊക്കെ? വളരെ ഭംഗിയായിട്ടില്ലേ? എന്തായാലും ഞാനിതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പകർത്തിയതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഹലോ, ഞങ്ങളിന്ന് ഫൈനൽ ഡേക്ക് പോവുകയാണ്. രാവിലെ ഇപ്പോൾ ശങ്കുവിൻ്റെ കവിതാലാപന മത്സരമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വരും. വന്നിട്ട് പിന്നെയും ഞങ്ങൾ പോവും. ഞങ്ങൾ വണ്ടി കാത്തിൻ്റെ താഴെ പോയി നിൽക്കണം. വേറെ വണ്ടിയിലാണ് പോകുന്നത്. ഹസ്ബൻഡ് രാവിലെ പോയിട്ടുണ്ട്. ടാറ്റാ. ഞങ്ങളങ്ങനെ പോകാനായിട്ട് വെളിയിൽ കാത്തു നിന്നു. ടാക്സി എടുത്തിട്ടാണ് പോകുന്നത്. ഹസ്ബൻഡ് രാവിലെ പോയത് കൊണ്ട് നമുക്ക് വേറെ ടാക്സിയിലാണ് നമ്മൾ പോയത്. പിന്നെ അവിടെ ചെന്ന് ലളിതഗാന മത്സര വേദിയിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. കവിതാലാപന മത്സരവും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി തിരിച്ച് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വൈകുന്നേരം ഞങ്ങൾ പിന്നീട് വരുവാണ്. അപ്പോൾ നല്ല സന്തോഷം. കാരണം ഇതുപോലെയുള്ള അവസരങ്ങളല്ലേ നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുന്നതല്ലേ. ഒത്തിരി സന്തോഷമായി. ഒപ്പം വരാൻ ശരത്തിനും ദീപുവിനും ഒരുപാട് സന്തോഷമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ പ്രോഗ്രാമിനൊന്നും പോകാറില്ലല്ലോ. അവരിങ്ങനെ വർക്ക് വീടുമായിട്ട് മാത്രം കഴിയുന്നവരല്ലേ. അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അവർ മുന്നേ തന്നെ നിൽക്കുമായിരുന്നു ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞിട്ട്. വളരെ ഹാപ്പി ആയിട്ടാണ് അവർ വരുന്നത്. അവർക്കൊരു വലിയ സന്തോഷം. പിന്നെ നമ്മൾ ഗൾഫിലുള്ളവർക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരുപാട് സന്തോഷമാവും. എപ്പോഴും പ്രവാസ ജീവിതം അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ എന്താ പറയുക, ആളുകളൊക്കെ കുറച്ചും കൂടി വന്നിരിപ്പുണ്ടായിരുന്നു. കാരണം വൈകിട്ട് അമ്പിളിദേവിയുടെ പ്രോഗ്രാമല്ലേ. വൈകിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മളൊന്ന് സീറ്റൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പ്രോഗ്രാംസൊക്കെ ഇനിയും കഴിയാനുണ്ടായിരുന്നു. മാഷേട്ടൻ ഭയങ്കര ബിസിയായിരുന്നു. അതുകൊണ്ട് അവിടെ ഓടി നടക്കുന്നതാണ് കണ്ടത്.
പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു രാത്രി 1 മണി 1:30 വരെ ഞങ്ങളിരുന്ന് പരിപാടിയൊക്കെ കണ്ടു. അമ്പിളി ദേവിയുടെ പരിപാടി കണ്ടു, നല്ലതായിരുന്നു. പിന്നെ ഓരോരോ ഡാൻസ് പെർഫോമൻസൊക്കെയാണിത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം ഇവർക്കിതിൻ്റെ സൈറ്റുണ്ട്. മസ്കറ്റ് കലോത്സവം എന്ന് പറഞ്ഞിട്ട് വേറെ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ പ്രോഗ്രാം മാത്രമേ ഇടുന്നുള്ളൂ. കലാമേഖലയിൽ നിറസാന്നിധ്യമായ വിദ്യാർത്ഥികളുടെയും മത്സരാർത്ഥികളുടെയും കലാസ്വാദകരുടെയും സജീവ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ മസ്കറ്റ് കലോത്സവത്തിന്റെ സമാപന വേദിയെ ധന്യമാക്കാനായി എത്തിച്ചേർന്ന ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.